കേരള സർവകലാശാലയിൽ പോരുമുറുകുന്നു. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി നിയമവിരുദ്ധമെന്ന് ഗവർണർക്ക് VC-യുടെ റിപ്പോർട്ട്. രജിസ്ട്രാറുടെ ചുമതല മറ്റൊരാൾക്ക് നൽകിയെന്നും സിസ തോമസ്. സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാർ. ഹൈക്കോടതിയിലെ ഹർജി പിൻവലിച്ച രജിസ്ട്രാർ KS അനിൽകുമാർ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി സർക്കാർ ആശുപത്രികളിലേക്കുള്ള BJP മാർച്ചിൽ സംഘർഷമുണ്ടായി. കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ചിൽ ജലപീരങ്കി പ്രയോഗിച്ചു. മഹിളാ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലും സംഘർഷം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിക്ക് തുടർ ചികിത്സ ആരംഭിച്ചു. സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് സമരം. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയം. 22 മുതൽ അനിശ്ചിതകാല പണിമുടക്കെന്നും ബസ് ഉടമകൾ. സ്വകാര്യ ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന തീരുമാനത്തിൽ പിന്നോട്ടില്ലെന്ന് ഗതാഗത മന്ത്രി. തൃശൂർ പൂരം അലങ്കോലമാക്കലിലെ ഗൂഢാലോചന കേസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്ത അന്വേഷണ സംഘം. മൊഴി രേഖപ്പെടുത്തിയത് DIG തോംസൺ ജോസ്. അന്വേഷണ റിപ്പോർട്ട് ഈ മാസം കൈമാറും. നിപ ബാധിച്ച് ചികിത്സയിലുള്ള പാലക്കാട് നാട്ടുകൽ സ്വദേശിയായ യുവതിയുടെ ആരോഗ്യനില അതീവ ഗുരുതരം. 2 ഡോസ് ആന്റിബോഡി നൽകി. സമ്പർക്ക പട്ടികയിൽ 173 പേരെന്ന് ആരോഗ്യമന്ത്രി. ഇതുവരെ പരിശോധിച്ച 5 സാമ്പിളുകൾ നെഗറ്റീവെന്നും വീണ ജോർജ്. മുംബൈ ഭീകരാക്രമണത്തിലെ പങ്ക് സംബന്ധിച്ച് മുഖ്യപ്രതി തഹാവൂർ റാണ ആക്രമണ സമയത്ത് മുംബൈയിൽ ഉണ്ടായിരുന്നതായി വെളിപ്പെടുത്തൽ. പാക് സൈന്യത്തിന്റെ വിശ്വസ്തനായിരുന്നു എന്ന് മൊഴി നൽകിയതായും റിപ്പോർട്ട്. നിർണായക വെളിപ്പെടുത്തൽ. മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിൽ. ബ്രിക്സ് രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക. 10% അധിക തീരുവ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ബ്രിക്സ് അമേരിക്കൻ വിരുദ്ധമെന്നും US പ്രസിഡന്റ് പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി.